പൊട്ടിപ്പൊളിഞ്ഞ കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകൾ. തമ്മനം പുല്ലപ്പടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അമൃത് പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്ത ശേഷം നവീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. നല്ല റോഡ് കണ്ടാൽ വാട്ടർ അതോറിറ്റിക്ക് അപ്പം തന്നെ കുത്തിപ്പൊളിക്കണം. ഈ ആചാരത്തിന് ഇതുവരെ ഒരു മാറ്റവും കേരളത്തിൽ വന്നിട്ടില്ല. പൊളിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഒരു രക്ഷയുമില്ല. അങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ കുത്തിപ്പൊളിക്കൽ മഹാമഹത്തിൽ കഴിഞ്ഞ 4 മാസമായി തകർന്നു കിടക്കുകയാണ് തമ്മനം പുല്ലേപ്പടി റോഡ്. കാലവർഷം ശക്തി പ്രാപിച്ചപ്പോൾ കൊച്ചിയിലെ റോഡുകളെല്ലാം നശിഞ്ഞു. ഒരാൾക്ക് പോലും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളല്ല. തമ്മനം പുല്ലേപ്പടി റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട് 6-7 മാസമായി. ഇന്ന് വരെ ഒന്നും മെയിൻ്റനൻസ് ചെയ്യാൻ പോലും ചെയ്യാറില്ല. ആ മഴയത്ത് കുറച്ച് കോൺക്രീറ്റ് ഇട്ട് അത് ഒഴുകി പോവുകയല്ലാതെ പറഞ്ഞു തരില്ല. സ്റ്റേഡിയം ലിങ്ക് റോഡ് ഒരു ഭാഗത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ നിത്യേന അപകടം സംഭവിക്കുന്നു. ഇതൊന്നും ഉദ്യോഗസ്ഥർ കാണുന്നില്ല. വാട്ടർ അതോറിറ്റി അവരോട് കാലാവസ്ഥ പ്രതികൂലമാണ്. ഈ മഴയ്ക്ക് മുമ്പ് ഞാനടക്കമുള്ള MLA-മാരടക്കമുള്ള ആളുകൾ ഈ വാട്ടർ ഉദ്യോഗസ്ഥരോട് കൃത്യമായ രീതി പറഞ്ഞു. പക്ഷേ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ ലാഘവബുദ്ധിയോട് കണ്ടുകൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമായത്. ഒരു റോഡിലെ മാത്രം കാര്യമല്ല, കൊച്ചി നഗരസഭാ പരിധിയിലെ പല റോഡുകളും കുണ്ടും കുഴിയുമാണ്. മഴ പെയ്താൽ റോഡുകളിലെ കുഴികളിൽ അപകടങ്ങളും പതിവാണ്. അപകട ദിവസം പ്രായമുള്ളവരും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം അവിടെ എല്ലാം കുഴിയിൽ വീണ് എന്തെല്ലാം കഷ്ടമാണെന്നറിയാം. കൊച്ചു പിള്ളേർ ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങനെ ആരും തിരിഞ്ഞു നോക്കാൻ പിന്നെ തിരിഞ്ഞാനെങ്ങാണ്ട് പറയാം മണ്ണ് കൊണ്ടിട്ട് നികത്തിയാ കാണുന്നത്. അല്ലെ പടുകുഴിയായിരുന്നു. മഴ തുടങ്ങിയ സാഹചര്യത്തിൽ റോഡ് നവീകരണം ബുദ്ധിമുട്ടാണ്. എന്നാൽ താൽക്കാലിക പരിഹാരമെങ്കിലും കണ്ടില്ലെങ്കിൽ കൊച്ചിയിലെ റോഡ് യാത്ര ഇനിയും ദുഷ്കരമാകും. പറയുമ്പോൾ മെട്രോ നഗരമാണ്, പക്ഷേ കൊച്ചിയിൽ റോഡിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് ഏറെ ദുരിതമാണ്. അതിന്റെ നേർദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയ ശേഷം പരിഹരിക്കാമെന്ന നിലപാടിൽ നിന്ന് അധികാരികൾ മാറണം. മഴക്കാലപൂർവ്വ ഈ റോഡ് നിർമ്മാണ നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാവും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. റോഡിലെ കുണ്ടുകുഴിയും ഒരു വശത്ത് നവീകരിച്ച് അല്ലെങ്കിൽ അതൊക്കെ പരിഹരിച്ചു വരുമ്പോഴാണ് വാട്ടർ അതോറിറ്റി മറുവശത്ത് നിന്നിങ്ങനെ പൊളിച്ചു തുടങ്ങുന്നത്. പൊളിച്ച റോഡ് പുതുക്കിപ്പണിയാൻ വീണ്ടും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതി. കാണാം നാട്ടുകാർ കൂടുതൽ പ്രതികരണം. ഇവിടെ പലപ്പോഴും കാണാം വണ്ടികൾ മറിയുകയും പിന്നെ കാൽനട യാത്രക്കാർക്ക് പോലും ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ സംജാതമായിട്ടുള്ളത്. അത് എത്രയും വേഗം അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ. പിന്നെ നടന്നു പോകുന്നവർക്ക് ഈ കുഴിയിലേക്ക് വീഴുന്ന വെള്ളം മുഴുവനും അവരുടെ മേത്തേക്ക് വീഴുന്നത് എന്തായാലും അത് ശരിയായ നടപടിയല്ല. ഇത്രയും കുഴിയിലുള്ളിൽ 2 വശത്തുകൂടി വരുന്ന വെള്ളം ഈ വണ്ടി എങ്ങനെ പോകും? ഒട്ടും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അവിടെ വരുന്നത്. ഇവിടെ 4 വട്ടമുണ്ട് പൈപ്പ് ഓടണം. ഒന്ന് ഫസ്റ്റ് നമ്മുടെ ഈ പുതിയ റോഡ് ജംഗ്ഷനിൽ ഞാൻ ഒരു 5-8 പ്രാവശ്യം ഞാൻ പറയുന്ന MLA-നോട് പറഞ്ഞ് വന്ന് തൽക്കാലം ടെമ്പറി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാം കാണാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴാണ് പൊട്ടണമെന്ന് അവസരം അറിയാം. ഏതെങ്കിലും വണ്ടി അടിയിൽ പോയി ആരെങ്കിലും മരിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കുള്ളൂ. ഞാൻ സ്ഥിരം യാത്ര ചെയ്യാനാണ്. സ്ഥിരം 8 മണി രാവിലെ രാവിലെ വർക്കിന് പോകുമ്പോൾ തന്നെ അവസ്ഥ ദയനീയമാണ്. ഗതാഗത കുരുക്ക് ഭയങ്കര കുരുക്കാണ്. അത് മാത്രമല്ല റോഡിന്റെ കുഴി തന്നെ ചാടുമ്പോൾ തന്നെ നമ്മുടെ നടുവും ഉടുപ്പാടും ശരീരം തന്നെ ഇടങ്ങാറായിരിക്കണം. ഇപ്പൊ എറണാകുളം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടുത്തെ യാത്രാ ദുരിതമാണ് നാട്ടുകാർ പറഞ്ഞത്. ഒപ്പം പ്രേക്ഷകരും ചിലർ പ്രതികരിക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം, വീട്ടുകാർക്ക് ജോലി, ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപകടം വരും മുമ്പേ അത് പരിഹരിക്കില്ല എന്നാണ്. ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ആ പണമൊന്നും ഒരു ജീവനും പകരമാകുന്നില്ല എന്നത് ഓർക്കുക. അത് പ്രശ്നം പരിഹരിക്കാനുള്ള ആർജവവും കാണിക്കുക എന്നതാണ് അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ചെയ്യേണ്ടത്.